കാണാൻ ചാൻസില്ല. വേറെ റോഡിലിടാ അങ്ങോട്ട്. ഓക്കെടാ. അങ്ങനെ ഒരാട്ട് മേടുന്ന സ്വപ്നം തീരുമാനമായി. അപ്പോഴുള്ള നാട്ടുകാരൊക്കെ നോക്കണ്ടല്ലോ, സീനാവോ ലാസ്റ്റ്. ആ നടന്നു കയറാൻ വണ്ടി കൊണ്ട് കയറാൻ പറ്റില്ല. ആലിന്റെ അവിടെ ഇല്ല, ആല് നിങ്ങളൊരു മരത്തിന്റെ അവിടെ ഇങ്ങോട്ട് വന്നില്ലേ, അവിടുത്തെ മണ്ടലോട്ട് ഒരു കോൺക്രീറ്റ് റോഡില്ലേ, അതുവഴി പോകുമ്പോ അവിടെ ഒരു പാലൊക്കെ ഒരു പാറയുണ്ട്, പാലൊന്നും പാറ ചോദിച്ചാൽ പറഞ്ഞത്. അവിടെ ചെന്ന് വണ്ടി താഴെ വണ്ടി എടുത്ത് മണ്ടലോട്ട് നടന്നു കയറാൻ പറ്റും. ആ മണ്ടലോട്ട് കിടന്ന് കോൺക്രീറ്റ് വഴി ഒരു 5-6 അതുവഴി കയറി പോവാ. ഓഫ് റോഡാണോ അതുവഴി? ഓഫ് റോഡ് മുകളിൽ വരെ എത്തും. എന്താ റൂട്ട് പോകും? അവിടെ പോകണമെങ്കിൽ ആലുമരത്തിൽ നേരെ മുകളിലോട്ട്. ആ ഓക്കെടാ, ഇല്ല ഇങ്ങോട്ട് വരാം. ഓക്കെ ശരി കേട്ടോ. എടാ, ഇവിടുന്ന് ആൽമരത്തിൻ്റെ നിന്ന് നേരെയുള്ള റൂട്ട് പോയാൽ ഒരു വഴിയുണ്ട് പറഞ്ഞു. ഒരു കാട് പിടിച്ച് കിടക്കണേ. പോകാൻ പറ്റില്ല, അല്ല നടന്നേ പോകുള്ളൂ. അങ്ങോട്ട് കയറി പോകണമെങ്കിൽ നടക്ക പോകുള്ളൂ. എല്ലാവർക്കും കൃഷിയാണ് ഇവിടെ. അവരൊരു സ്ഥലം കൃഷിയില്ല. ഇവിടെ നിന്ന് നോക്കാം, പോകുവാണെങ്കിൽ ഇതിലേക്ക് കയറി പോകും. ഇതിലേക്ക് കയറി പോകാനാണ്. ഓക്കെ, ഇതിലേക്ക് കയറി പോകാൻ പറ്റില്ല.
ശരി ചേച്ചി, നോക്കട്ടെ ചേ. അപ്പം നിങ്ങൾ പോകുന്നേ ഇവിടെ വെച്ചിട്ട് എന്നാൽ ബാക്കി നടന്നു കയറും, അവിടെ കൊണ്ടുപോയി വെക്കും. വണ്ടി ഇവിടെ വിട്ടാലും യാതൊരു കുഴപ്പമില്ല, ആരും എടുക്കത്തില്ല. നിങ്ങൾ പോവുകയാണെ അങ്ങനെ കയറി പോയിട്ട് തിരിച്ചിതിൽ വന്നിട്ട് ഇതിൽ പോകും. ഓക്കെ ചേച്ചി, എന്താ ഒതുക്കി. ഡ്യൂക്ക് അടി തട്ടാത്തവണ നല്ല സുഖമുണ്ട്. നമ്മൾ RC ഒന്ന് എത്തിക്കണം. അയ്യോ, ഡ്യൂക്ക് വലിയ സീനില്ല, കയറി പോരുന്നുണ്ട് കേട്ടോ. ഇനി RC കയറ്റി എന്താണെന്നറിയില്ല, ജീപ്പ് വരെ സീനാവെന്ന് തോന്നുന്നു കേട്ടോ. 4 വീലർ വണ്ടിയൊക്കെ സീനാവെന്ന് തോന്നുന്നു. എൻ്റെ പോലെ രാത്രി ഒന്ന് ഇറക്കിലണക്കില്ല ഇതിലെ. സീൻ
പറ്റൂടാ. എൻ്റെ വണ്ടി സൈഡൊക്കെ ഉണ്ടല്ലോ. കൊണ്ടുപോയതിന് ഇടിക്കില്ലിട്ടാ. ഓക്കെ അത് സീല. സ്റ്റഡി ജാഗ്രത ഒന്നും ഇല്ല. പോട്ടെ എന്താ പോട്ടെ. കയറി പിടി. ഓക്കെ ഞാൻ ഈ സൈഡ് വരാം. പോട്ടെ ആ സൈഡ് കയറ്റി പിടിക്കടാ. നിൽക്ക് കുറച്ച് വേഗോട്ട് വന്ന് വേഗോട്ടോ. കുറച്ച് വേഗോട്ടോ. ഇറക്കിക്കോ വേഗോട്ട് ഇറക്കിക്കോ. എന്നിട്ട് കുറച്ച് ആ മേലോട്ട് കയറ്റിയെടുക്ക്. ആ സൈഡ് കയറ്റിയെടുക്ക്. ഈ കുണ്ടിലിട്ടല്ലേ ആ സൈഡ് കയറ്റിയെടുത്തോ. പൊക്കോ. പോട്ടെ. ലഗേജ് പോയി. സീനില്ല. പോട്ടെ ബാഗ് പിന്നെ എടുക്കാം. പോട്ടെ വേണ്ട. ഇല്ലില്ല റിവേഴ്സും ഇല്ല. പൊടിയോ എന്താ ഇവിടെ നീ പിടിക്കുവോ? ഇല്ല റൂഫെല്ലാം കഴിഞ്ഞു കേസ്. സീൻ കല്ല് നിൽക്കണോക്ക്. കല്ല് നീ ആ സൈഡിലോട്ട് കയറ്റിയിട്ട് അവിടെ ഇങ്ങനെ ഇട് കേട്ടാ. കുറച്ച് ബാഗ് എടുത്തേ. ബാഗോട്ടോ. ആ സൈഡ് പിടിച്ചാൽ കിട്ടൂടാ. ഇവിടെ കയറ്റി അവിടെ വെക്കല്ലേ. ഇങ്ങോട്ട് വാ. വേഗോട്ടൊന്നോ ഒഴിച്ചോ സീനില്ല. എന്നിട്ട് മറ്റേ മേലെ കയറ്റി പോട്ടെ. അവിടെ കയറ്റി പോട്ടെ. മേലെ കയറാണ്ട് പോലെ. മേലെ കയറ്റി പോട്ടെ. വേഗോട്ടോ. ഇങ്ങനെ ഇട്ടില്ലല്ലോ. കുറച്ച് വേഗോട്ടൊന്ന്. മതി പോട്ടെ. പോട്ടെ. ഇല്ല പോട്ടെ. അങ്ങോട്ട് എടുക്കണേ. അങ്ങോട്ടോ. എടാ തട്ടിപ്പോലെ. എടാ കല്ല് വരുമോ നോക്കിക്കേ. ഒരു മിനിറ്റ്. പശു വല്ലതും വിചാരിക്കണ്ടായി. ഇവർക്ക് ഇത് എന്തിൻ്റെ പ്രാന്താണ്? ആ സൈഡല്ലേ ഗൈസ്?
ലാസ്റ്റ് നമ്മളിതാ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിട്ടോ. ഒരു രക്ഷയില്ല ഇവിടെ. നമ്മുടെ വണ്ടിയില്ലേ ടയറില്ലാണ്ടായി. ഈ ഒരു സ്ഥലത്തെത്തേണ്ടത് അത്രയ്ക്ക് ഓഫ് റോഡ് വെച്ചാൽ അത്രയ്ക്ക് ഓഫ് റോഡ്. ഇവിടെ നിന്ന് മൊത്തം കാണാം കേട്ടോ, എല്ലാം കാണാം. സീൻ എല്ലാ സൈഡും മല. അപ്പോൾ ഗൈസ് ഇനി കുറച്ച് കഴിഞ്ഞാൽ ടെൻ്റ് അടിക്കണം. പറ്റിയൊരു സ്ഥലം നോക്കണം. എവിടെയെങ്കിലും അടിച്ചാൽ മതി, സീനൊന്നുമില്ല. കുറച്ച് മാറി അടിക്കുക, ഒരു സൈഡ് ആയിട്ട് അടിക്കണമായിരിക്കും നല്ലത്. പാറിപ്പോയാലോ? പാറിപ്പോകണോ മാത്രമല്ല, ഇനി എങ്ങാനും വല്ല എന്തെങ്കിലും സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഈ നടക്കണ വഴിക്ക് തന്നെ വരും. അപ്പം ഈ സൈഡിലോട്ടായിട്ട് അടിക്കും. ജാക്കറ്റതാ പാറി. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനി ടെൻ്റൊക്കെ അടിച്ചിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ മണ്ടയിലെത്തിയപ്പോഴാണ് സീനായത്. എന്ത് വെള്ളം 2-3 ബോട്ടിൽ വാങ്ങിയത്, അതെല്ലാം തീർന്ന് ഇപ്പോൾ ആ ഒരു ബോട്ടിലേ ഉള്ളൂ. അപ്പം പിന്നെ ഒരു വണ്ടി എടുത്ത് പോയിട്ട് താഴെ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നിട്ട്, വീട് എന്ന് പറയുമ്പം ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ താഴോട്ട് ഇറങ്ങണം, എന്നിട്ട് ചോദിക്കാം വെള്ളം ഉണ്ടോയെന്ന്. അപ്പോൾ ഗൈസ് ടെൻ്റ് അടിച്ച് പകുതി കേട്ടോ. നല്ല ടൈറ്റിൽ ഇതൊന്ന് സെറ്റ് ചെയ്യണം, കാരണം അല്ലേ പാറിപ്പോവും. എല്ലാ സൈഡും കറക്റ്റ് നല്ല വലിച്ച് ടൈറ്റാക്കി പോകാം. ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു കേട്ടോ എങ്ങനെയുള്ള. അപ്പോൾ ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് ഇത് കണ്ടല്ലേ പാറിപ്പോണ്ടിരിക്കുകയാണ്. ആ സൈഡും ഇതിൻ്റെ ഇതുകൊണ്ടൊന്ന് വലിച്ചു കിട്ടും. ടെൻ്റൊക്കെ നൈസായിട്ട് സെറ്റായി. ആ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ഇന്ന് രാത്രി കഴിക്കാൻ വേണ്ടി വാങ്ങിയാണ് ഡാർക്ക് ഫാൻറ്റസി സ്നേക്കേഴ്സ്. ഒരു ബോട്ടിൽ വെള്ളം, മറ്റേ ബോട്ടിൽ വെള്ളം കാലിയായി. അതുകൊണ്ട് നമ്മൾ നൈസായിട്ട് താഴത്തെ വീട്ടിൽ പോയിട്ട്, വീട്ടിലല്ല ഒരു കട പോലെ ഉണ്ട് സെറ്റപ്പ്, അവിടെ പോയിട്ട് വാങ്ങിയാണ്. അപ്പോൾ നമുക്കൊന്ന് ചെറുങ്ങനൊന്ന് ഇവിടുത്തെ ചുറ്റുമുള്ളതെല്ലാം ഞാൻ കാണിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഗോപ്രോ ഓഫായി പോയി. അതുകൊണ്ട് വലിയ രീതിക്ക് ഒന്നും കാണിക്കാൻ പറ്റിയില്ല. കാണിച്ചിടാം. നല്ല അട്ടാറ് വ്യൂ എന്ന് വെച്ചാൽ ഞാൻ വൈഡിലിട്ട് കാണിച്ചിടാം. സൂപ്പർ വൈഡിലാണ്. സൂപ്പർ വൈഡിലാണെങ്കിലാണ് സംഗതി സീൻ. സൂപ്പർ വൈഡ് ആണെങ്കിലാണ് കാണാൻ രസം ഉണ്ടാവുള്ളൂ. സീൻ എന്ന് വെച്ചാൽ അമ്മാതിരി സീന് വൈബ്. വോയിസൊക്കെ ക്ലിയർ ആണോ ഒന്നും അറിയില്ല, എന്നാലും ഇവിടെയൊക്കെ ഓഫ് റോഡാണ് കേട്ടോ. വീഡിയോയിൽ എത്ര ക്ലിയർ ആയിട്ട് കാണേണ്ടത് അറിയില്ല, എന്നാലും നൈസാണ്. സീൻ കണ്ടാ, രക്ഷയില്ല. നൈറ്റ് ഫുള്ള് സ്റ്റാറൊക്കെ ഉണ്ട്, സെറ്റ് ആയിരിക്കും. വേറെ തന്നെ വൈബ്. കണ്ടോ, എങ്ങോട്ട് പോയാലും കൊക്കെയാണ്. അപ്പോൾ ഗൈസ് രാവിലത്തെ വ്യൂ എങ്ങനെ ഉണ്ടാവും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇതിനെ പയത്തോട്ട് തന്നെ പോകാം, തിരിച്ച് തന്നെ പോകാം. അവനിപ്പോൾ വരും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇതുണ്ടോ ചാതികളെ നോക്കത്ത ദൂരത്ത് ഫുൾ പടർന്ന് നിൽക്കണേ മല. തണുപ്പാണ് കേട്ടോ, അട്ടാറ് തണുപ്പ് വെച്ചാൽ അട്ടാറ് തണുപ്പ്.
കോടൊക്കെ ഇങ്ങനെ ഇറങ്ങി. ടെൻറ്റിൻ്റെ ഉള്ളിലായതുകൊണ്ട് പിന്നെ വലിയ സീനൊന്നും ഉണ്ടാവില്ല വിചാരിക്കാം, പ്രതീക്ഷിക്കുന്നു. നോക്കട്ടെ. എന്തായാലും ആ ഒരു ഓഫ് റോഡൊക്കെ പോയി ഇവിടെ എത്തിയിട്ട് ഒരു എന്താ മോശമായിട്ടൊരു ഫീലൊന്നും വന്നില്ല, നഷ്ടമൊന്നും എന്നുള്ളൊരു തോന്നലൊന്നും വന്നില്ല. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ്. നമുക്കൊരിക്കലും വന്നതിൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കഷ്ടപ്പെട്ട് വന്നിട്ട് ഒന്നും കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കില്ലേ, കാണാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഞാനിവിടെ കേട്ടോ വണ്ടി വെച്ചേ. നമുക്ക് രാത്രി ആകുമ്പോൾ കുറച്ച് താഴോട്ട് വെക്കണം, കാരണം വല്ല എന്തെങ്കിലും മൃഗമൊക്കെ വന്നാലോ. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ബൈക്ക് സൈഡിലുണ്ടെങ്കിൽ അതിനെ ഫസ്റ്റ് തട്ടുമല്ലോ. മറ്റു നേരെ മറിച്ച് ടെൻറ്റും പൊളിച്ച് പോവും. ഇതാകുമ്പോൾ സീനില്ല, ടെൻറ്റിൻ്റെ അകം കാണിച്ചാൽ. അപ്പോൾ ഗൈസ് പറഞ്ഞറിയാനൊന്നും പറ്റില്ല. എത്രയോ ഹൈറ്റിൽ, അതും ഫുള്ള് കോടയിൽ ചുറ്റുമുള്ളത് ഒന്നും കാണുന്നില്ല. കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെ ഒരു സാധനം കാണില്ല, കോളം നിറഞ്ഞു കിടക്കും ടെൻറ്റിൽ. അങ്ങോട്ട് ഇവിടെ കിടക്കുക. കുറച്ച് കഴിയുമ്പോൾ തീയെല്ലാം കൂട്ടണം, അതിനുള്ള സാധനമൊക്കെ സെറ്റ് ചെയ്യണം. ഇപ്പോഴേ പോയി തപ്പിയാലാണ് വല്ല വിറകൊക്കെ ആ സൈഡിൽ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തപ്പിയെടുത്തിട്ട് ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് തീ കത്തിക്കണം. ഇല്ലെങ്കിൽ പിന്നെ ചിലപ്പം പണി കിട്ടും. അത്യാവശ്യം ഇപ്പോൾ ഒന്ന് കത്തിച്ചാലാണ് കത്തുള്ളൂ, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കത്തില്ല. എന്നാലും ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു സ്ഥലത്ത് ടെൻ്റ് അടിക്കാം. കണ്ടാ എന്നാ വ്യൂവാ. എൻ്റെ ജാക്കറ്റാണ് അവിടെ കിടക്കണേ, അത് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. അവിടെ എല്ലാം പോയിട്ടുണ്ടെങ്കിൽ പറയണ്ട, അവിടെ ടെൻ്റ് അടിച്ചാൽ അടിക്കാൻ പറ്റില്ല, പാറിപ്പോയാൽ കുക്കിയാണ്. താഴോട്ട് പോയാൽ പിന്നെ കേസ് മേലോട്ട് വരില്ല, മേലോട്ട് പോവും. കണ്ടാ, താഴോട്ട് പോയാൽ പിന്നെ പോയി. അതുകൊണ്ട് നമുക്ക് ഇവിടെ അധികം നേരം നിൽക്കണ്ട, നമുക്ക് അപ്പുറത്തോട്ട് തന്നെ പോവാം. മുകളിൽ ബാക്കി രാത്രി കാണാം. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാകുമ്പോൾ ടെൻ്റ് അടിയിലാണ്. നമ്മൾ ഇവിടെ ഒരു താഴെ കടയിൽ പോയപ്പം മാഗി കിട്ടി, പിന്നെ ചായ കിട്ടി. അപ്പം ഇന്ന് രാത്രി ഈ മാഗിയും ചായയൊക്കെ കഴിക്കാം. പിന്നെ നമ്മൾ നേരത്തെ വാങ്ങിയ സാധനമുണ്ട്. അപ്പോൾ ലഗേജും കാര്യങ്ങൾ, ഹെൽമെറ്റ്, ജാക്കറ്റൊക്കെ എല്ലാം സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. ഈ സൈഡിലിതാ കിടക്കാൻ പാകത്തിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സെൻറ്ററിലായിട്ടാണ് ഈ സംഭവം സെറ്റ് ചെയ്തത്. ഓക്കെ, അപ്പം ഇനി നാളെ രാവിലെ കാണാം. ബൈക്ക് രാവിലെ ഉണ്ട്. വണ്ടി രണ്ടും സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല തണുപ്പായിരുന്നു, അതുകൊണ്ട് തന്നെ വണ്ടി ഐസ് മാതിരിയായി കണ്ടില്ലേ. അപ്പോൾ ഇതിലൊന്ന് എൻജിനൊക്കെ ഒന്ന് ചൂടായിട്ട് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് വെച്ചേ. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് അവിടം വരെ പോയി നോക്കാം. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതിലൊന്ന് പാക്ക് ചെയ്യണം. പോവാം. ഫസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. വേറെ ലെവൽ കേട്ടോ. നമുക്ക് ആ വണ്ടി കൂടെ വന്നിട്ട് പോവാം ഫസ്റ്റ് ആകുമ്പോൾ. ഇന്നലെ രാത്രി ഒരു 2 മണിക്ക് ശേഷം ഒടുക്കത്തെ തണുപ്പായിരുന്നു. അതുവരെ വലിയ ഒരു തണുപ്പില്ലായിരുന്നു, അതുകൊണ്ട് നല്ല രീതിക്ക് തണുപ്പുണ്ട്.
എടാ പോട്ടെ പോട്ടെ പോട്ടെ, ആ സൈഡിൽ പിടിക്ക്. ഓ പോട്ടെ, അതേ കയറ്റി ഇറക്കിക്കോ. ഞാൻ ഫ്രണ്ട് പോയാല് എവിടെ, നീ ഫ്രണ്ട് എടുക്ക്, സൈഡ് ഇറക്കിക്കോ. പോട്ടെ. ആ ഓണ പോട്ടെ പോട്ടെ. എടാ ഗോപ്രോ ഓഫായോ? ഗോപ്രോ ഓഫായിട്ടോ, മൈക്ക് തട്ടിപ്പോയിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇതാ നമ്മളിനി താഴോട്ട് ഇറങ്ങേണ്ട പരിപാടിയാണ്. ടെൻ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ഗൈസ്. സ്വർഗത്തിലേക്കുള്ള യാത്ര കല്ലും മുള്ളും നിറഞ്ഞാണ്, കണ്ടില്ലേ? ഓ കല്ല് പാറയുടെ കഷ്ണം ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ്, പല സൈസിലുണ്ട് കേട്ടോ. ഓ സൈഡ് 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 ചേസ് നേരെ പോട്ടെ. ഓ ചേസ് അടിച്ച് ഓ അടികട്ടി. സീൻ പുല്ലൊക്കെ നല്ല തണുത്തിരിക്കുക. ഓ സീൻ. എൻ്റെ ബാക്ക് ടയർ ഗ്രിപ്പില്ലാത്ത കാരണം നല്ലോണം ചെയ്യുന്നുണ്ട്. ഓ ട്രാക്ക് മായി പിടിക്കാം. പ്രാണിയോ?
ഗസ് അടിയായിട്ട് ഗസ്. രക്ഷയില്ല. ചാട്ട എവിടെ? ഈ സൈഡ് ചാറില്ലേ? നീല്ലേ ആ സൈഡിലോട്ട് ബലം കൊടുത്ത് ടീനമ്മ കൂടി ഇറക്ക്. നീ ആ മെല്ലെ മെല്ലെ ഇറക്ക്. പോട്ടെ പോട്ടെ. എവിടെ? അടുത്ത കല്ലേക്ക് കൊണ്ടിട്ടെ അവിടെ എടുത്ത് പിടിച്ച് ബ്രേക്ക് വിടല്ലേ. നോക്കിക്കേ, ബ്രേക്ക് വിട്ടോ. ഞാൻ കല്ലൊക്കെ തെറിക്കണ്ടേ മോന്ത പണിയോ. ഓഫ് സീൻ. കല്ല് ഇവിടെ എത്തി. എടാടാ ചാടിച്ചെടുക്കേ, ഇങ്ങനെ ആക്കിയെടുക്കേ. ക്ലച്ച് ഫുള്ള് വിട്ട് ചാടിച്ചെടുക്കേ. പോട്ടെ. നമ്മളിനി ഇവിടെ നിന്ന് നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഇതാ ഈ കാണുന്ന വീട്ടിലെ ആ വീട്ടിൽ, അതായത് നമ്മൾ ഫസ്റ്റ് ഇങ്ങോട്ടുള്ള ഈ ഇറങ്ങി വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഈ വീട്ടിൽ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് വെള്ളത്തിന് വെള്ളം, ഫുഡിന് ഫുഡൊക്കെ കിട്ടണതാണ്. അപ്പം നിങ്ങളവിടെ സ്റ്റേ അടിക്കാൻ പോവുകയാണെങ്കിൽ ഇവിടുന്ന് താഴ്ന്ന് എടുത്തു തരേണ്ട ആവശ്യമില്ല, ഇവിടുന്ന് വന്നിട്ട് എടുക്കുക. അല്ലെങ്കിൽ താഴ്ന്ന് കൊണ്ടുവന്നു എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങിച്ചാൽ മതി. ലിവർ ഒരിഞ്ഞു. ക്യാഷ് കാർഡ്, ആ ക്യാഷ് കാർഡല്ല ഹാൻഡിന്. നിക്കേക്ക് നിക്കേക്ക്, ഞാൻ വരാം. കുറച്ച് വേഗം എടുക്ക്. വേഗം ഇടുക. ഇല്ല നടുകൂടി ഇറക്ക്. സൈഡ് പോലെ അറിയണ്ടേ.
ഞാൻ പിടിക്കാം ഇല്ല ഒന്ന് പറ്റിയോ? വെയിറ്റ് ഒരു മിനിറ്റ് പൊക്കല് അങ്ങനെ പിടിച്ച പൊക്കല് ബ്രേക്ക് പിടിക്കേ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കടാ ഫ്രണ്ട് ബ്രേക്കടാ ഇവിടെ എങ്ങനെ പിടിച്ചേ ഫ്രണ്ട് ബ്രേക്കും കൂട്ടിയിട്ട് പൊട്ടിപ്പോലെ ലിവർ ഒരു മിനിറ്റ് അത് കഴിക്കട്ടെ നിക്ക് ഞാൻ വേഗോട്ട് വരുവാണ് പിടിച്ചോട്ടോ. ബാഗ് നല്ല തള്ളിയ എന്നാ പറയാൻ ചാൻസില്ല. വണ്ടി മറിഞ്ഞു.